ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു തരാം. വാ. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, താമരക്കായൽ. നീണ്ടു നിരന്ന് കിടക്കുന്ന ഏക്കറക്കണക്കിലുള്ള സ്ഥലം താമര കൃഷിക്ക് ഉപയോഗിക്കുന്നു. ഇതാണ് താമരയുടെ വിത്ത്, കാളാന്ന് അറിയപ്പെടുന്നു. ഈ ഏരിയയിലുള്ള ആളുകളുടെ ഏക വരുമാന മാർഗം താമര കൃഷിയും അതുപോലെ മീൻ വളർത്തലും. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റാവും ഇവിടെ ഇരിക്കുമ്പോൾ. വെള്ളം വറ്റിയാൽ ഇവിടെ വന്നിട്ട് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. നല്ലൊരു സൂത്രം കാണിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം, തോണി. ഓടിച്ചാടി കയറി വെക്കാം. ചെറിയൊരു പേടിയുണ്ട്. പഠിച്ചോനെ എൻ്റെ കാത്തോളി. ഇതിൽ തുഴഞ്ഞു പോയിട്ടാണ് താമര പൊട്ടിക്കുന്നത്. താഴെ കുറേ മീനുണ്ട്. അതൊക്കെ ഞാൻ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തിരുന്നതാണ്. നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തോണി ഇളകി. ഞാൻ പേടിച്ചിട്ട് ഓടി ഇറങ്ങി. എൻ്റെ മുഖത്ത് ചമ്മൽ കാണുന്നുണ്ടല്ലേ അല്ലേ? എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. വീണ്ടും ഞാൻ കയറി. ആ കാണുന്നതിലാണ് മീനിനെ വളർത്തുന്നത്. ഇതേ പൂന്ന് മീനുകൾ. കുറേ പിടിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. മിഷൻ സക്സസ്. ലാസ്റ്റ് ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയല്ലോ. എനിക്കിപ്പോൾ 3 മീനെ കിട്ടി. ഇതാണ് മീന്. ഞങ്ങൾ കാലത്തെ മീനായിരുന്നു. 3 എണ്ണത്തിന് പിടിച്ച്, ഒന്ന് ചാടി. ആടിനെ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇല കൊടുക്കാൻ, കൊമ്പ് പിടിക്കാനും. ലാസ്റ്റ് അവൻ്റെ ഒരു നോട്ടം കണ്ടപ്പോൾ ഞാൻ വിട്ടിട്ട് ഓടി. അടുത്തത് താറാവും കൂട്ടങ്ങൾ. അതിലെ 2 താറാവുകൾ എന്നെ കണ്ടിട്ട് പേടിച്ച് വെള്ളത്തിലോട്ട് ഓടി. വെള്ളത്തിൽ നീന്തിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ? അയ്യോ, എന്ത് രസമായിട്ടാണ് അവർ നീന്തി പോകുന്നത്. ഇവിടെയൊക്കെ കോഴിക്കൃഷിയുണ്ട്. ഇവിടെ കോഴിനെയും താറാവിനെയും ആടിനെയും എല്ലാത്തിനും കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് മൂത്തൊരു വാഴക്കൊല കണ്ടത്. എന്ത് പഴാന്നൊക്കെ ഉമ്മച്ചിനോട് ചോദിച്ചോണ്ടേ ഇരിക്കായിരുന്നു. അപ്പോൾ അതാ ഒന്ന് താഴെ വീണ് എടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. മാതൃസ്നേഹം തുളുമ്പുന്ന അമ്മയാടിനെ. ഇതാണ് താമര. നേരത്തെ മാറ്റിയിട്ട് പുതിയ നല്ല വിരിഞ്ഞ താമര. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഈ കാണുന്നതാണ് ഞങ്ങളെ കൊച്ചു ഗ്രാമത്തിലുള്ളത്. ഇതേ അങ്ങോട്ട് നോക്ക്, കുറേ മാങ്ങ കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്.